ആയത്തുള്ള ഖൊമേനിയുടെ ആഹ്വാനം കാണാനിടയായി. അദ്ദേഹം അതിനകത്ത് ചോദിച്ചേക്കുന്നത് ഏതാണ്ട് 5 വർഷത്തിന് ശേഷമാണ് ഇതേപോലെ അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രസംഗം നടത്തുന്നത്. അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിക്കണം എന്നുള്ളതാണ്. ഇസ്രയേലിനെതിരെ ഈ ഒരു അതിന് ആ രീതിയിൽ ഒന്നിക്കണം എന്നുള്ളൊരു ആഹ്വാനമാണ്. യഥാർത്ഥത്തിൽ ഇത് പരിഷ്കൃത സമൂഹത്തിൽ ചേരുന്നതാണോ അതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവ് ലോകത്തുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇത് ആ രീതിയിലേക്ക് വരുന്നുണ്ടെ ഇപ്പോൾ ഇസ്രയേലിലെ അതായത് ക്രിസ്ത്യൻ സമൂഹമൊന്നും അല്ല അവിടെ ഉള്ളത്, ജൂതരാണ്. പക്ഷെ എങ്കിൽ പോലും ക്രിസ്ത്യൻ സമൂഹം അങ്ങ് ഏറ്റെടുത്തേക്കാണ് ഇപ്പോൾ ഇസ്രയേലിനെ. അവരേതാണ്ട് വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു കാര്യമില്ല. അവർക്ക് താല്പര്യമൊന്നും ക്രിസ്ത്യൻ സമൂഹത്തോടില്ല. എല്ലാവർക്കും, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഒരുപോലെ വിലപ്പെട്ടതാണ് ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം. കാരണം അവിടെ മസ്ജിദുൽ അക്സ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ ഹറം അവിടാണ്. നേരെ മറിച്ച് അതേപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലവും ഒക്കെ ആയിട്ട് ക്രിസ്ത്യൻ സമൂഹത്തിനും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഈ 3 കൂട്ടർക്ക്, അതായത് ഈ ജൂത, മുസ്ലിം, ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് ഒരുപോലെ വിലപ്പെട്ട സ്ഥലമാണ് അത്. അപ്പൊ അങ്ങനെ വരുന്നതോടെ അവിടെ ഇപ്പോൾ ആർക്കും ഒന്നും വയ്യാത്ത ഒരു സ്ഥിതിയായിപ്പോയി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിന് അവർക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ആയത്തുള്ള ഖൊമേനി എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ 23 ഹമാസിന്റെ ആക്രമണത്തെ അദ്ദേഹം ന്യായീകരിക്കാവുന്നതാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇസ്രായേലിലേക്ക് കടന്നു കയറി അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് വേണ്ടിയിരുന്നത് അതാണ്. കാരണം അദ്ദേഹം അധികാര സ്ഥാനത്ത് നിന്ന് ഏതാണ്ട് പുറത്താവാൻ തുടങ്ങുന്ന സമയമാണ് ഇങ്ങനൊരു പണി വീണ് കിട്ടിയത്. അപ്പോൾ അതിനെ അവർക്ക് ചെറുക്കണം, അതിന് കുറ്റമൊന്നുമല്ല. ഹമാസിനെ നശിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവർക്ക് എന്നത്തേക്കുള്ള ഒരു ശത്രുത ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ആ രീതി വരുന്നുണ്ടെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അവരോട് ഒന്നിച്ച് നിന്ന് പോരാടും എന്നൊക്കെയുള്ള ഇറാന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഇല്ലെന്നില്ല. കാരണം ഈ യുദ്ധം വ്യാപിക്കാനിടയായാൽ നമ്മുടെ മനുഷ്യരാശിക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവരൊന്നും അതിന് ഒന്നിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ആ ആഹ്വാനത്തിലൊക്കെ ബാക്കിയുള്ളവരൊക്കെ നിന്നു കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു ആ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഇതൊക്കെ ഒന്നിച്ചിട്ട് പോയി ഇങ്ങനെ ചെയ്യുമ്പോൾ അവരോടെയും ഒന്നിക്കാൻ ആളുകൾ കാണും വേറെ. അപ്പം ചിന്തിക്കണം, അത് അവസാനം അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഇങ്ങനെ നയിച്ചു പോകാം, വേൾഡ് വാറിലേക്ക് അങ്ങ് പോകാം. ആ രീതിയിലായി പോകും. അങ്ങനെ ആകരുത്. കാരണം അത് മനുഷ്യരാശിക്ക് മുഴുവൻ നാശമാണ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. ഇസ്രയേലും യഥാർത്ഥത്തിൽ കുറച്ച് സംയമനം പാലിക്കേണ്ടതാണ്. അത് ഇപ്പോൾ അവർ ചെയ്യുന്നില്ല. അവർ കരയുദ്ധമൊക്കെ ആ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇസ്രയേലിന് നാശമില്ലേ? അവിടുത്തെ 8 പട്ടാളക്കാരല്ലേ ആദ്യം തന്നെ കൊല്ലപ്പെട്ടത്. അപ്പൊ മറ്റവരെ ഒരു 50 എണ്ണത്തിന് കൊല്ലുമ്പോൾ ഇവിടുന്ന് 5 എണ്ണമെങ്കിലും പോവും. അപ്പൊ ആ ഇസ്രയേലിനും അതുപോലെ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ മനുഷ്യരല്ലേ. അപ്പൊ ആ രാജ്യവും ഇതൊന്നും നോക്കണം, കുറച്ച് സംയമനം പാലിക്കണം, മതിയെന്ന് വെക്കണം. ഇതിപ്പോ ഒരുപാട് നാശങ്ങൾ ചെയ്തല്ലോ, ആ ചെയ്തത് ഇനിയിപ്പോ ഇല്ല, ഞങ്ങൾ ഇനി കൂടുതൽ നാശത്തിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിർത്താം. ഇതതുമില്ല. കാരണം അവർക്ക് ആ ഇസ്രയേലിന് തന്നെ അവർക്കും സാമ്പത്തികമായി തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ. കാര്യം ഇതിനൊക്കെ അനിയന്ത്രിതമായ ചെലവല്ലേ ഇതിലൊക്കെ ഉള്ളത്. ഈ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഈ പണമെല്ലാം അമേരിക്കയിലേക്കല്ലേ പോകുന്നത്. കാരണം ഈ ആയുധം വിൽക്കുന്നത് മുഴുവൻ ആയുധം അവർ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് കൊടുക്കും. അതിന് പണം കൊടുക്കണം, വെറുതെ കിട്ടത്തില്ല. അവർ ചുമ്മാ കൊടുക്കല്ല ചെയ്യുന്നത്. അപ്പൊ ഇത് 2 കൂട്ടരുടെ ഭാഗത്തേക്കും ഇതുപോലെ ആയുധം സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ പതിച്ച മിസൈൽ എന്നൊക്കെ പറയുന്നത് ഇതുവരെ കാണാത്ത ചിലത്, അതായത് മറ്റ് രാജ്യങ്ങളുടെ എന്നുള്ളത് ഉത്തര കൊറിയയുടെയും അതുപോലെ ചൈനയുടെയും ഒക്കെ ആണെന്ന് പറയപ്പെടുന്നു. അറിയാൻ പറ്റുന്നില്ല എങ്ങനെയാണെന്ന്, അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും ശരി, ഇപ്പോൾ പെട്ടെന്ന് ഇറാന് കയറിയ ഒരു ആക്രമണം ഡയറക്റ്റായിട്ട് ഇസ്രയേലിൽ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അവർക്ക്. അതിൻ്റെ ഒരു കാര്യം, ഒന്ന് ഇസ്രയേലിൻ്റെ ശക്തി. ഇവർ തൊടുത്തു കൊടുത്ത മിസൈലൊക്കെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഉള്ള മാർഗങ്ങളുണ്ട്.
ഒത്തിരി കുറേ എണ്ണമൊക്കെ അങ്ങനെ ചെയ്യും. ചിലതൊക്കെ അതിൽ നിന്ന് കണ്ണ് തപ്പി ഇങ്ങ് താഴെ വീണു പോകും. വീണാലേ ആൾനാശം ഉണ്ടാവത്തില്ലേ. ഇനി അത് മാത്രമല്ല, ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഏതാണ്ട് ക്രോസ് ഫയറിങ് പോലെ അനുഭവിക്കുന്ന ഒരു രാജ്യമുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതാ കാര്യം. അതായത് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന രാജ്യമാണ് ജോർദാൻ. ഈ ജോർദാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ മുകളിലൂടെ, അതിൻ്റെ ആകാശത്തൂടാണ് ഈ മിസൈലൊക്കെ പാഞ്ഞു വരുന്നത്. അതാ ഞാൻ പറഞ്ഞ ക്രോസ് ഫയറിങ്ങിന് ഒരാൾ നടുക്ക് നിൽക്കുന്നത് പോലെ ആയിപ്പോയി അവിടെ. ആ രാജ്യത്തൊക്കെ അതിനൊക്കെ ഒരുപാട് നാശവും ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ലേ. അതും അവരുടെ പരമാധികാരത്തിൽ ഉള്ള കടന്നുകയറ്റമൊക്കെ ആവുന്നില്ലേ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇറാന് ഡയറക്റ്റ് കയറി അങ്ങ് ആക്രമിക്കാൻ ഒക്കത്തില്ല. കാരണം ജോർദാനൊക്കെ ഇടയിൽ കിടക്കുകയാണ്. സിറിയ അതുപോലെ ഈ രാജ്യങ്ങളൊക്കെ ഇതിനിടയിലാണ്. അതുകൊണ്ട് ഈ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അതുകൊണ്ട് എളുപ്പമൊന്നും കയറി ഇവിടെ ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് കയറി ഇടപെടുക എന്ന് പറയുന്നത് അത് തന്ത്രപരമായ ഒരു യഥാർത്ഥത്തിൽ അനങ്ങാതെ ഒരു പിന്മാറ്റമായിരുന്നു നല്ലത്. ഒരഭിപ്രായമുണ്ട് എനിക്ക് അങ്ങനെ. അതുപോലെ അത് ഇസ്രായേലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മതിയല്ലോ. അവർ ഒരുപാട് പേരെ അതിനകത്ത് ഈ ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഹമാസിൻ്റെയൊക്കെ നേതാക്കൾ തലപ്പത്തിരിക്കുന്നവർ, ഇപ്പം ഇസ്മായിൽ ഹനിയെ, അതുപോലെ വേറെ കുറേ പേരെ അത് അവർ കൊലപ്പെടുത്തിയല്ലോ. അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്ത് തുടച്ചു നീക്കി. അപ്പോൾ എന്ന് പറയുന്ന പോലെ അത്രയൊക്കെ ആയിട്ട് ഇനിയും പ്രശ്നമാണ് എന്നുള്ള ഒരു താക്കീതോടുകൂടി ഇസ്രയേൽ അവിടെ നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ നിർത്താത്തിടത്തോളം കാലം ഇതുപോലെ ആയത്തുള്ള കൊമേനിയുടെ പ്രസ്താവന കേട്ടിട്ടുണ്ട്, ആരൊക്കെ ഇതിന് പിറങ്ങും എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ ഇതിനകത്ത് ഇടപെടും എന്നുള്ളത് പോലും നമുക്കറിയാൻ പാടില്ല. ഇടപെടാൻ സാധ്യതയില്ലെന്നും പറയാൻ പറ്റുന്നില്ല. കുറേ പേരൊക്കെ അവരെ സഹായിക്കാനൊക്കെ കാണും. ഏതായാലും അങ്ങനെ ഈ യുദ്ധം വ്യാപിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ ആയിരിക്കണം. കാരണം മനുഷ്യരാശിക്ക് തന്നെ വളരെ നാശങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് മരിച്ചാലും, ഇപ്പോൾ ഇത് ഇറാനിലെ ആളുകൾ മരിച്ചാലും, ലെബനിലെ ആളുകൾ മരിച്ചാലും, ഇസ്രയേലിലെ ആളുകൾ മരിച്ചാലും മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്, മരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ വേണം. അവർ മനുഷ്യരാണ്, അതാണ് വേണ്ടത്. അതാ ഞാൻ പറഞ്ഞ മനുഷ്യരാശിക്ക് നേരെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതെല്ലാം. അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്.